പഠിച്ച് ബുക്കിൽ എഴുതിയ ഇതും രീതിയും മൃതദേഹത്തിൻ്റെ രീതിയൊക്കെ വ്യത്യാസമുണ്ട്. ബുക്കിൽ എഴുതിയത് പഠിച്ചത് 2-3 പേരുടെ ശാസ്ത്രജ്ഞന്മാരുടെ അറിവ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ 2-3 മൃതദേഹങ്ങളുടെയോ 4-5 മൃതദേഹങ്ങളുടെയോ ഒരു ശാസ്ത്രം കണ്ടെത്തുന്നത് ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞൊരു വാഹനത്തിൻ്റെ ക്വാളിറ്റി കണ്ടെത്തുന്ന ആ കമ്പനിയിൽ ഉണ്ടാക്കുന്ന 1000 വാഹനങ്ങളിൽ നിന്ന് വെറും 4 വാഹനം തിരഞ്ഞെടുത്തിട്ടാണ് എന്ന് പറഞ്ഞ പോലെ മൃതദേഹങ്ങളുടെ ബുക്കിൽ ശാസ്ത്രത്തിൽ എഴുതി വെച്ചാൽ കണ്ടെത്തലുകൾ കൂടുതലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ആശന്മാർ പറഞ്ഞ പല കാര്യങ്ങളും ബുക്കിലില്ല. അപ്പോൾ അങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല, സാർമാരും വായിച്ച് കേട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ആ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. അതായത് ഒരു മൃതദേഹവും ഒരേപോലെ ഇന്ന് വരെ ഒരു സാഹചര്യത്തിലും കിടന്നിട്ടില്ല. അതായത് ഒരേപോലെ മരണപ്പെട്ടാണെങ്കിലും ഒരേ രീതിയിലാവില്ല അത് അവരെ മരണം സംഭവിച്ചേക്കുന്നതും പറഞ്ഞത് ജീവൻ ശരീരം നഷ്ടപ്പെടുന്നത്, അനുഭവിക്കുന്ന വേദനകൾ, മരിക്കിടക്കുന്ന സമയങ്ങൾ. ഇപ്പോൾ സൈനൈഡ് കഴിച്ചാൽ ഒരാളിപ്പോൾ ഒരു 3 സെക്കൻഡ് കൊണ്ട് ആൾ മരണപ്പെടുമെങ്കിൽ ചിലപ്പോൾ അടുത്ത ആൾ ചിലപ്പോൾ 4 സെക്കൻഡ് കൊണ്ടായിരിക്കും മരണപ്പെടണം. മരണപ്പെട്ട് കിടക്കുന്ന ആൾ ചിലപ്പോൾ പിന്നോട്ട് വീണായിരിക്കും, മറ്റാൾ മുന്നോട്ട് വീണായിരിക്കും. അത് മൃതദേഹ രൂപഘടനയ്ക്ക് മാറ്റം എന്തായാലും ഒരുപോലെ ഒരു മൃതദേഹത്തിനും വരില്ല. അതാ പറഞ്ഞ അത് മരണപ്പെട്ട് വീണ് കഴിഞ്ഞാൽ ആ മൃതദേഹം ചിലപ്പോൾ ഒരാൾ വീണിട്ട് ഒന്നുകൂടി പിടച്ചെന്ന് വരാം, ചില ഇച്ചിരി ജീവൻ നീണ്ടു നിന്ന് വരാം. ഒരേ മൃതദേഹം ഒരേപോലെ ഒരു മൃതദേഹം കിടക്കില്ല എന്ന് പറഞ്ഞോളൂ.